ഹലോ എവ്രിവൺ. ഞാൻ എനിക്ക് തോന്നിയൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വോയിസ് അത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. സോ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനുള്ള ഒരുവിധം പേരൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പം നമ്മളീ വളർത്തുന്നതിൻ്റെ പോരാതെ കുറേ ആളുകൾ, നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ആളുകൾ, കുട്ടികളുള്ളവരും കുട്ടികളില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ, ഈ ജനറേഷനിൽ കുട്ടികളെ വളർത്തിയിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകൾ, ഇവരെല്ലാം വന്ന് ഒരുപാട് അഭിപ്രായം, അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, പലർക്കും അറിയായിരിക്കും. ഇന്ന് എനിക്കുണ്ടായ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് ഒരു അടുത്ത് ഞാൻ പോയതാണ്. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ആ പുള്ളിക്ക് കുട്ടികളില്ലാത്തൊരാളാണ്. അപ്പോൾ ഇരുന്ന ഒരു 2 മിനിറ്റിൽ എൻ്റെ കുഞ്ഞ് ഫോൺ കണ്ടായിരുന്നു. അപ്പോൾ ഇരുന്ന് 2 മിനിറ്റിൽ എൻ്റെ കുഞ്ഞ് ഫോൺ കണ്ടതോടുകൂടെ ഹീ ജസ്റ്റ് ജഡ്ജ് എൻ്റെ കുഞ്ഞ് ഫോൺ അഡിക്റ്റാണ്, എൻ്റെ കുഞ്ഞിനൊരിക്കലും ഈ ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റില്ല, ഞാനൊരു ബാഡ് പാരൻ്റാണ്, ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്. അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് എനിക്കൊരു പൈസ ചിലവില്ലാതെ ഫ്രീ ആയിട്ടുള്ള ഫുൾ അഡ്വൈസ്. പക്ഷേ തുടക്കത്തിൽ എനിക്ക് ഐ വാസ് ഓക്കെ, ഞാനത് കേട്ടിരുന്നു. ആഫ്റ്റർ എ പോയിന്റ് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഐ സ്റ്റാർട്ടഡ് ക്രൈം. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ബിക്കോസ് വൺ സെക്കൻഡ്, ഓക്കെ, വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ഈ നമ്മുടെ അടുത്ത് ഈ അഭിപ്രായം പറയുന്ന ആളുകൾ, ഉപദേശം തരുന്ന ആളുകൾ, ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾ പറയുന്ന ഈ അഡ്വൈസും ഉപദേശവും ഉണ്ടല്ലോ, അത് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, അവരുടെ ലൈഫ് എന്തിൽ കൂടിയാണ് പോകുന്നത്, ഇന്നത്തെ ഒരു ദിവസം, ഈ 24 മണിക്കൂർ, ചിലപ്പം ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം, ഒരു ഈവൻ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ കുറേ മാസങ്ങൾ മെൻ്റലി ഫിസിക്കലി എല്ലാം സഫോക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന കുറേ പേരൻസുണ്ട്. ഈ കുട്ടികളില്ലാത്ത ആളുകൾക്ക് അവർക്കൊന്നും പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന എക്സോഷൻ എന്താണെന്ന്, എത്ര എക്സോസ്റ്റഡ് ആണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവണം. എനിക്കറിയില്ല അവർക്കത് മനസ്സിലാവുന്നുണ്ടോ. ആൻഡ് അല്ലാതെയുള്ള നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ, അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് തരുന്ന ഉപദേശങ്ങൾ, അപ്പുറത്തിരിക്കുന്ന ആളുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്ന കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. അതായത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ, എനിക്ക് ജെന്യുവനാണെന്ന് തോന്നുന്ന ആളുടെ അടുത്ത് എൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് എനിക്ക് ഉപദേശം അല്ലെങ്കിൽ എനിക്കൊരു അഡ്വൈസ് വേണ്ടത്. അതല്ലാതെ എൻ്റെ ഫുൾ സിറ്റുവേഷൻ ഒന്നും അറിയാത്ത ഒരാൾ ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ഒരു 2 മിനിറ്റിൽ കണ്ടത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യുന്നു, എൻ്റെ കുഞ്ഞിനെ ജഡ്ജ് ചെയ്യുന്നു, എൻ്റെ പേരൻറ്റിങ്ങിനെ ജഡ്ജ് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾ ഫോൺ കാണുന്നത്, എനിക്ക് തോന്നുന്നില്ല ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ, ഫോൺ കാണാത്ത കുട്ടികളുണ്ടാവില്ല അല്ലേ. ഇപ്പോൾ എൻ്റെ മകന് പോലും ഐ വിൽ നോട്ട് സേ ഇപ്പോൾ ഫോൺ കാണുന്നതൊരു വളരെ വലിയ കാര്യമാണ്, ശരിയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ യു ഷുഡ് ഗീവ് സം സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നടക്കുന്ന ലോകത്തിൻ്റെ പല കാര്യങ്ങളും കുട്ടികൾ അറിയുന്നത് സ്ക്രീനിൽ കൂടെയാണ്. അതായത് ഇപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ മകൻ അറിയുന്ന അത്രയും മൃഗങ്ങളുടെ, അനിമൽസിൻ്റെ പേര്, ബേർഡ്സ്, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവരുടെയും കുട്ടികൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മളൊരിക്കലും കേട്ടിട്ടില്ലാത്ത ടൈപ്സ് ഓഫ് എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള അനിമൽസിൻ്റെ പേര് തുടങ്ങി എല്ലാം ഇവർ പറയുന്നത് നമ്മൾ ഇവരുടെ അടുത്ത് നിന്നാണ് ചിലതെല്ലാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മൊത്തമായിട്ടും ദോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആവശ്യത്തിന് എല്ലാം വേണം, കുറച്ച് ഫോൺ വേണം, ഫുൾ ടൈം അത് കൊടുക്കുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കുട്ടികളുടെ കണ്ണിനാണെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേഷനാണെങ്കിലും എല്ലാം അത് വളരെയധികം എഫക്റ്റ്. ഐ ഡു നോട്ട് ഡിനേ ദാറ്റ്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾ, ഞാൻ അങ്ങനെയാണോ കുഞ്ഞിന് 24 മണിക്കൂർ ഫോൺ കൊടുത്ത് വളർത്തുന്നതാണ് എന്ന് ജഡ്ജ് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. ആൻഡ് നിങ്ങൾ തരുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ, ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, ഞാനൊരു കാര്യം പറയുന്നത് എനിക്ക് വിഷമം തോന്നരുത് എന്നൊരു മുഖവര വെച്ചിട്ട് നമ്മൾ തളർത്തുന്ന പോലത്തെ ഉപദേശങ്ങൾ, ഐ റിയലി ഡു നോട്ട് വോണ്ട് ദാറ്റ്. എനിക്ക് തോന്നുന്നില്ല ഭൂരിഭാഗം പേരൻസിനും അത് ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. മിക്കവരും ഇതിന് എഗെയിൻസ്റ്റ് വരുന്നവരും ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ള പേരൻസ് ഒരുപാട് ട്രോമയിൽ കൂടെയാണ് പോകുന്നത്, മെൻ്റലി ഫിസിക്കലി ഇമോഷണലി എല്ലാം കൊണ്ടും. അതായത് നമ്മളുടെ വർക്ക് ലോഡ്, അതായത് ഹസ്ബൻഡും വൈഫും 2 പേരും ജോലിക്ക് പോകാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.
അങ്ങനെ ജോലിക്ക് പോകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന ഗിൽറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ദ ഫാദർ ഫീൽസ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ, അറ്റ്ലീസ്റ്റ് ഫോർ മീ. പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദ ഹോർമോൺസ്, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ, നമ്മൾ കണ്ടിട്ടുള്ള സിറ്റുവേഷൻസ്, നമ്മളുടെ സോഷ്യൽ നോംസ് ഒക്കെ കൊണ്ടിട്ടാവാം പലപ്പോഴും ജോലിക്ക് പോകുന്നതും കുട്ടിയെ നോക്കാൻ മുഴുവൻ സമയം നോക്കാൻ പറ്റാത്തതെല്ലാം ഒരു ഗിൽറ്റായിട്ടാണ് പല അമ്മമാർക്കും തോന്നുന്നത്. ഐ ഡു നോട്ട് നോ, അറ്റ്ലീസ്റ്റ് എനിക്കതുണ്ട്. അതിന് കൂടെ നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലത്തെ ഇതുപോലെയുള്ള അഡ്വൈസസും കൂടെ വരുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ഇത് കാണുന്ന മുതിർന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വഴിമേലെ ഉപദേശം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കാണുമ്പം ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഡസൻറ്റ് മീൻ ഐ ആം ഹാപ്പി. എല്ലായ്പ്പോഴും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് എല്ലാ ആളുകളും. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അവർ ചോദിക്കാതെ ദയവ് ചെയ്ത് അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ പറയാതിരിക്കും. അതാരാണെങ്കിലും. ഞാനീ പറയുന്നത് പ്രായമായ ആളുകളോ ബന്ധുക്കളുടെയോ കാര്യം മാത്രമല്ല, നിങ്ങളോട് ബന്ധമില്ലാത്ത സൊസൈറ്റിയിൽ, എനിക്കത് ആരാണെന്ന് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, അവരോട് പോലും എനിക്ക് പറയണം, നിങ്ങൾ ദയവ് ചെയ്ത് പേഴ്സണലി വന്നിട്ടുള്ള ഉപദേശം പറച്ചിലുണ്ടല്ലോ, ആവശ്യമില്ല, അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ടുള്ള ഉപദേശം പറച്ചിൽ, അത് ദയവ് ചെയ്ത് കുറയ്ക്കുക പ്ലീസ്.